ഞാൻ യേശുവിനെ അറിഞ്ഞപ്പോൾ, ഞാനൊരു ക്രിസ്ത്യാനി ആയിരിക്കുമ്പോൾ തന്നെയാണ് യേശുവിനെ അറിയുന്നത്. അങ്ങനെ പറഞ്ഞാൽ അർത്ഥം എന്താ? എൻ്റെ അപ്പൻ്റെ കാലഘട്ടങ്ങൾ മുതൽ ഞങ്ങൾ ക്രിസ്തീയ വിശ്വാസികളാണ്. എൻ്റെ പേര് എൻ്റെ അമ്മ ജോൺ എന്നിടാനുള്ള കാരണം, എൻ്റെ അമ്മയ്ക്ക് ആദ്യത്തെ ഒരു ആൺകുഞ്ഞുണ്ടായി, മരിച്ചുപോയി. പിന്നെ 2 പെൺകുട്ടികളുണ്ടായി. 4മതൊരു കുഞ്ഞിനെ ആഗ്രഹിച്ചപ്പോൾ ആൺകുഞ്ഞുണ്ടാകുകയാണെങ്കിൽ അവന് അവിടുത്തെ പള്ളിയിൽ തിരുമേനിയുടെ പേരിടാം. ആ പള്ളി സ്ഥാപിച്ച, ആർത്താറ്റ് പള്ളി സ്ഥാപിച്ച ഒരു തിരുമേനിയുടെ പേരിടാം. അങ്ങനെയാണ് എൻ്റെ പേര് ജോൺ എന്നിട്ടത്. പക്ഷേ ഞാൻ ഒരിക്കൽ പോലും യേശുവുമായിട്ടുള്ള ബന്ധത്തിലല്ല ജീവിച്ചത്. എൻ്റെ അമ്മ എന്നെ ഭക്തിയിലാണ് പഠിപ്പിച്ച് വളർത്തിയത്. എനിക്ക് തോന്നുന്നു 8ാം ക്ലാസ് വരെ എല്ലാ ദിവസവും വൈകുന്നേരം സന്ധ്യാനമസ്കാരം ചൊല്ലാതെ, ഞങ്ങൾക്ക് സന്ധ്യാനമസ്കാരം ചൊല്ലുകയും ഒരു അധ്യായം ബൈബിൾ വായിക്കുകയും ചെയ്യാതെ ഞങ്ങൾക്ക് ആഹാരം കിട്ടത്തില്ലായിരുന്നു. അതുകൊണ്ട് ബൈബിൾ വായിച്ചത് മുഴുവൻ എനിക്ക് തോന്നുന്നത് വൈകുന്നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയാണ്. അല്ലെങ്കിൽ തരത്തില്ല മമ്മി ആ കാര്യത്തിൽ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. എന്നിട്ട് വായിച്ചത് എന്താണെന്ന് ചോദിക്കും കൂടെ ചെയ്യും. നിങ്ങൾ എത്ര പേർ അങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. എല്ലാ ദിവസവും ഞങ്ങളുടെ വീട്ടിലൊരു കുടുംബ പ്രാർത്ഥനയുണ്ടായിരുന്നു. മമ്മിക്ക് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത്, മമ്മി കുറച്ച് വിദ്യാഭ്യാസമുള്ള ആളായിരുന്നു. മമ്മി 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് സൺഡേ സ്കൂളിൽ മമ്മി ഫസ്റ്റ് പ്രൈസ് വാങ്ങിയത് കൊണ്ട് മമ്മിക്കൊരു ബൈബിൾ, പുതിയ നിയമം ബൈബിൾ അല്ല, ഫുൾ ബൈബിള് സമ്മാനം കിട്ടി. എനിക്ക് തോന്നുന്നു ഒരു 10 കൊല്ലം മുമ്പ് വരെ ആ ബൈബിൾ നിങ്ങൾ സൂക്ഷിച്ചിരുന്നു. കംപ്ലീറ്റ് ഉപയോഗിക്കാൻ പറ്റാതെ പൊടിഞ്ഞുപോയി. മമ്മി എന്നും സന്ധ്യാനമസ്കാരത്തിൽ എല്ലാ ദിവസവും മമ്മി ചെയ്യും, ഇത് എനിക്ക് ബൈബിളിലെ വാക്യങ്ങൾ പറഞ്ഞ് കിട്ടിയതാന്ന് പറഞ്ഞ് എന്ന് ഉയർത്തി കാണിക്കുമായിരുന്നു. ഞങ്ങൾ സന്ധ്യാനമസ്കാരം ചെല്ലുമ്പോൾ മമ്മി ഇന്ന് ബൈബിൾ കാണിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് മമ്മി കളിയാക്കുമായിരുന്നു. അന്നൊരു കളിയും തമാശയും ക്രിസ്തീയ മതത്തിന്റെ ഭാഗമൊക്കെ ആയിട്ടാണ് ഞാൻ കണ്ടിരുന്നത്. അല്ലാതെ അതിനകത്തൊരു വലിയ പ്രത്യേകതകളൊന്നും ഞങ്ങൾ കണ്ടിരുന്നില്ല. ക്രിസ്ത്യാനിയായി ജനിച്ചതുകൊണ്ട് ഞാൻ എല്ലാ ഞായറാഴ്ചയും നിർബന്ധം കിടക്കുന്നുണ്ട് പള്ളിയിൽ പോയി. ഞാൻ മദ്ബഹയിൽ കയറുമായിരുന്നു. പക്ഷെ 8ാം ക്ലാസ് കഴിഞ്ഞ ശേഷം കുറച്ച് ലൂസായി, മമ്മി നിർബന്ധം വെക്കാതെയായി. അതിൻ്റെ ഇടയിൽ ഞാൻ 8ാം ക്ലാസ്സിൽ പോകുന്ന സമയം എൻ്റെ പപ്പയുടെ ബിസിനസ്സിൻ്റെ ആവശ്യമായിട്ട് ഞാൻ ചെന്നൈയിലും മുംബൈയിലൊക്കെ യാത്ര ചെയ്യാൻ തുടങ്ങി. ഞങ്ങളുടെ ഫാമിലി തന്നെ ബിസിനസ് ഫാമിലി ആയതുകൊണ്ട് കച്ചവടാവശ്യമായിട്ട് ഞങ്ങൾ യാത്ര ചെയ്യാൻ തുടങ്ങി. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ആദ്യമായിട്ട് കള്ളു കുടിച്ചു. മധുരയിൽ ഇരിക്കുന്ന സമയത്ത് പർച്ചേസ് ചെയ്യാൻ പോയ ആൾ കള്ളു കുടിക്കുന്നൊരു കൂട്ടത്തിൽ എനിക്കും ഒരു കവൾ ഒഴിച്ചു തന്നു. അന്ന് കിടന്ന് ഛർദ്ദിച്ചു. പക്ഷെ പിറ്റേ ദിവസം ഞാൻ കുടിച്ചു. പിന്നെ പർച്ചേസ് ചെയ്യാൻ പോവുക ഇഷ്ടമായി, കാരണം 2 സ്മാൾ അടിക്കാമെന്നൊരു ചിന്തയായി. അതിൻ്റെ കൂട്ടത്തിൽ മെല്ലെ സിഗരറ്റ് വലിക്കാൻ തുടങ്ങി. ഞങ്ങളുടെ വീട്ടിലെല്ലാവരും മുറുക്കുന്ന ആളുകളായതുകൊണ്ട് മുറുക്കുന്ന ശീലം സാധാരണമായിരുന്നു. മുറുക്കുന്നതിന് ഞങ്ങളുടെ വീട്ടിൽ ആരും വഴക്ക് പറയത്തില്ല. മെല്ലെ ദുശീലങ്ങളിൽ വളരാൻ തുടങ്ങി. പിന്നെ എനിക്ക് തോന്നുന്നു 8ാം ക്ലാസ് 9ാം ക്ലാസ്സിലായപ്പോൾ കുറച്ച് വിവരമൊക്കെ വെച്ചു, പ്രേമിക്കണമെന്ന് തോന്നാൻ തുടങ്ങി. അപ്പോഴാണ് പള്ളിയാണ് അതിന് നല്ല ഓപ്പർച്യൂണിറ്റി എന്ന് മനസ്സിലായത്. അതുകൊണ്ട് പള്ളിയിലെ കൊയറി കയറിയൊന്നുമല്ല, പെമ്പിളേരെ നോക്കാൻ കയറിയതാ. അങ്ങനെ തല്ലിപ്പൊളിയായി ജീവിക്കുന്ന സമയത്ത് യേശുമായുള്ള ബന്ധത്തിലേക്ക് വന്നത്. തല്ലിപ്പൊളിയായിട്ട് ജീവിക്കുന്ന സമയത്തെന്ന് പറഞ്ഞാൽ ഒക്കത്തില്ല. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ബിസിനസ്സിൻ്റെ ആവശ്യങ്ങൾക്ക് യാത്ര ചെയ്യാൻ തുടങ്ങി. പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു എങ്കിലും പപ്പയുടെ ബിസിനസ്സിൽ കാശ് കിട്ടുന്നത് തുടങ്ങുന്നതും 15ാമത്തെ വയസ്സ് മുതൽ ഞാൻ സ്വയം കാശ് ഉണ്ടാക്കാൻ തുടങ്ങിയതൊക്കെ എനിക്ക് ബിസിനസ്സിനോട് താല്പര്യം കൂടുതലായി. നിങ്ങൾ എൻ്റെ കൂടെ എത്തിയോ? അതുകൊണ്ട് ക്രിസ്തീയ വീട്ടിൽ ഞാൻ വളരെയും ജീവിക്കുകയൊക്കെ ചെയ്തേ. കള്ളു കുടിച്ചാലും എൻ്റെ മമ്മി എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥന കൂടാതെ ഉറക്കാൻ പറ്റത്തില്ലായിരുന്നു, വലുതായിരുന്നിട്ട്. ഞാനിന്ന് ഓർമ്മിക്കും, ഞങ്ങളുടെ വീട്ടിലെ കുറച്ച് വലിയ വീടായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ആളുകൾ പറയാറുണ്ട് ഇപ്പോൾ ബ്രദർ താമസിക്കുന്ന വലിയ വീട്ടിലാണ്. പക്ഷെ എനിക്ക് തോന്നാറുണ്ട് ഞങ്ങൾ നേരത്തെ താമസിച്ചിരുന്നു വലിയ വീട്ടിലായിരുന്നു. താഴത്തെ നിലയിൽ ഞങ്ങൾക്ക് 4 ബെഡ്റൂം ഉണ്ടായിരുന്നു. 4 ബെഡ്റൂം എന്ന് പറയുന്നത്, ഒരു ബെഡ്റൂമിനകത്ത് ഞങ്ങളുടെ സ്റ്റാഫിന് കിടക്കാനുള്ളതായിരുന്നു. അതിനകത്ത് 3 കട്ടിൽ വരെ വലിയ കട്ടിൽ വിടാം. അത്ര വലിയ വീടായിരുന്നു.
ദൈവം ഒരു വലിയ വീടിനെ എനിക്ക് തന്നിരുന്നത്. ഇപ്പൊ കുറച്ചും കൂടെ നല്ല വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത്. നിങ്ങളുടെ സ്വത്രമൊക്കെ പോയോ? ഞങ്ങളുടെ വീട്ടിലൊരു ആർച്ചുണ്ട് എന്ന് പറഞ്ഞ ഒരു 22 അടി നീളമുള്ള ഒരു വലിയ ഹോളുണ്ട് ഞങ്ങളുടെ വീടിനകത്ത്. ആ ആർച്ചിന്റെ മേളിൽ കർത്താവിൻ്റെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്, തിരുഹൃദയത്തിൻ്റെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. എൻ്റെ മമ്മി ആ തിരുഹൃദയത്തിൻ്റെ ഫോട്ടോ ഇരുന്നിട്ട് മുമ്പിൽ ഇരുന്ന് ഞങ്ങളെല്ലാവരും സന്ധ്യാനമസ്കാരം ചൊല്ലുന്നേ. കള്ളു കുടിച്ചും ഇരുന്നേ ഒക്കത്തുള്ളൂ. ഞാൻ കള്ളു കുടിച്ചെന്ന് മമ്മിക്ക് അറിയത്തില്ല. കള്ളു കുടിക്കുന്ന ദിവസം ഞാൻ പാൻപരാഗമൊക്കെ വായിലിട്ട് ഏലക്കയൊക്കെ ചവച്ച് സെറ്റപ്പായിട്ട് അങ്ങ് വീട്ടിൽ പോകത്തുള്ളൂ. മമ്മി എന്നെ മണത്ത് നോക്കാൻ വരത്തില്ല, കാര്യം സംശയമില്ല. ഞാൻ പലപ്പോഴും ആ തിരുഹൃദയത്തിൻ്റെ മുഖത്ത് നോക്കി പ്രാർത്ഥിക്കാൻ ഇരിക്കത്തില്ല. എനിക്ക് തോന്നും കർത്താവ് എന്നെ തന്നെയാണോ നോക്കുന്നതെന്ന്. അതുകൊണ്ട് ഞാൻ കള്ളു കുടിച്ച ദിവസം നിങ്ങൾ ശ്രദ്ധിച്ചാൽ, എന്നെ അന്ന് ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ആ ആർച്ചിന്റെ മറവിൽ പോയിരിക്കും ഞാൻ. അത് നോക്കിയ ആരെ കാണത്തില്ല, യേശുക്രിസ്തുവിന്റെ നോട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യത്തില്ല, പെടത്തില്ല. ഭക്തിയും കള്ളത്തരവും കച്ചവടവും എല്ലാം കൂടെ കഴിഞ്ഞ ഒരു കാലഘട്ടത്തിലായിരുന്നു ഞാൻ ജീവിച്ചത്. ആ സമയത്ത് എൻ്റെ അമ്മയ്ക്ക് യൂട്രസിനകത്ത് മുഴകൾ വന്നു, ബ്ലീഡിങ് ആരംഭിച്ചു. ആ ബ്ലീഡിങ്ങിനെ തുടർന്ന് ചികിത്സയുണ്ടായിരുന്നു. വെള്ളയമ്പലത്തുള്ള ജാൻസി എന്ന് പറയുന്ന മെഡിക്കൽ കോളേജിലെ ഡോക്ടറായിരുന്നു എൻ്റെ മമ്മിയെ ചികിത്സിച്ച്. ഞങ്ങൾ 5-ൽ നിന്ന് ട്രിവാൻഡ്രം വരുമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഒരു ദിവസം കുന്നംകുളം എന്ന സ്ഥലത്ത്, ഞങ്ങളുടെ സ്വന്തം സ്ഥലത്ത് പോകുമ്പോൾ, തൃശ്ശൂർ പോകുന്ന സമയത്ത് മമ്മി ഒരു ചേച്ചിയെ പരിചയപ്പെട്ടു. അത് തൃശ്ശൂർ വെച്ചാൽ പരിചയപ്പെട്ടു. ആ ചേച്ചി പോട്ട എന്ന ആശ്രമത്തെക്കുറിച്ച് മമ്മിയോട് പരിചയപ്പെടുത്തി പറഞ്ഞു കൊടുത്തു. ആ ആശ്രമത്തിൽ പോകണമെന്നായി മമ്മിക്ക്. അങ്ങനെ ഒരു ദിവസം മമ്മിയുമായിട്ട് ഞാൻ കൂട്ടിന് പോകേണ്ട ഗതികേട് വന്നു. എനിക്ക് പള്ളിയും പട്ടക്കാരനൊന്നും അന്ന് വിശ്വാസമൊന്നുമില്ല. ഇതൊരു മതത്തിന്റെ ഭാഗമായിട്ട് മാത്രമേ അന്ന് വിശ്വാസമുള്ളൂ. ഞാൻ പോട്ടയിൽ പോയി 4 ദിവസം പോട്ടയിലെ ധ്യാനം കൂടാൻ പോയി. എനിക്ക് തമാശ തോന്നിയത്, ധ്യാനത്തിന് ഇരിക്കാൻ മമ്മി പറയും, ഞാൻ ഏറ്റവും പുറകെ പോയിരിക്കും, വേറെ വഴിയൊന്നുമില്ല, വേറെ കടകളുണ്ടാവണമെങ്കിൽ ചാലക്കുടി വരെ നടന്നു പോകണം, ആഹാരം അവിടുത്തെ കിട്ടത്തുള്ളൂ, രജിസ്റ്റർ ചെയ്തുകൊണ്ട്. കഷ്ടപ്പെട്ടു പോയി 4 ദിവസം ഞാൻ. മമ്മി ധ്യാനം കൂടുമ്പോൾ ഞാൻ പുറകെ ആത്മാവിന് ശാന്തി കൊടുക്കുമായിരുന്നു. 3-ാം ദിവസം ആയപ്പോൾ എൻ്റെ മമ്മിക്ക് സൗഖ്യം കിട്ടിയെന്ന് പറഞ്ഞ് എൻ്റെ മമ്മി എടുത്തെൻ്റെ വന്നു. സൗഖ്യം എന്തായിരുന്നു? മമ്മിക്ക് നടുവേദന മാറി. ഞാൻ പറഞ്ഞു, ഈ അച്ഛന്മാരെല്ലാം കൂടെ ഹലുലിയ 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 എന്ന് പറഞ്ഞ് എങ്ങനെയാ സൗഖ്യം കിട്ടുന്നത്? ഞാൻ മമ്മിയും കളിയാക്കി, അച്ഛനെയും കളിയാക്കി. 4-ാം ദിവസം ആയപ്പോൾ പറഞ്ഞു, മോനെ എനിക്ക് ഇത്രയും നാളുണ്ടായിരുന്ന നടുവേദനയില്ല. മമ്മിക്ക് യൂട്രസിൽ മുഴ വന്നതിന് ശേഷം അതിശക്തമായ വേദനയുണ്ടായിരുന്നു. പക്ഷേ അന്ന് മമ്മി സൗഖ്യമായി. മമ്മി വന്നിട്ട് പറഞ്ഞു, എനിക്ക് സാക്ഷ്യം പറയാൻ പോകണം. ഞാൻ മമ്മിയെ മരിച്ചാൽ വിട്ടില്ല. മമ്മിയോട് ഞാൻ പറഞ്ഞു, കുനിഞ്ഞു നോക്കാൻ പറഞ്ഞു. മമ്മി കുനിഞ്ഞു. നീ വരാൻ പറഞ്ഞു. മമ്മി പറഞ്ഞു, എനിക്ക് വേദനയില്ല. ഞാൻ മമ്മിയോട് പറഞ്ഞു, മമ്മി ഇത് വീട്ടിൽ ചെല്ലുമ്പോൾ തിരിച്ചു വരും മമ്മി, കാരണം ഇത് അച്ഛന്മാർ മമ്മി ഹിപ്നോട്ടിസ് ചെയ്ത് വെച്ചേക്കുക. ഇവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങിക്കഴിയുമ്പോൾ വേദന വരാൻ തുടങ്ങും, മമ്മി നോക്കിക്കോളാൻ പറഞ്ഞു. പക്ഷെ മമ്മി വീട്ടിൽ വന്നിട്ട് വേദന വന്നില്ല. മമ്മി എന്നെ ഒന്നും പറയും, എടാ അന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞില്ല, യേശു എന്നെ സൗഖ്യമാക്കിയതാ. പക്ഷെ എനിക്ക് എവിടെയോ ഒരു ക്ലിക്ക് വീണായിരുന്നു അതിനകത്ത് കേട്ടോ. ഇതൊരു കള്ളത്തരമാണോ ഇല്ലയോ എന്നുള്ള സംശയം ഉണ്ടെങ്കിലും മമ്മി അങ്ങനെ കള്ളം പറയത്തില്ല എന്നൊരു തോന്നലുള്ളത് കൊണ്ട് സംശയം എവിടെ വന്നു. നടുവേനയുള്ള കാര്യം എനിക്ക് അറിയാം മമ്മിയുടെ. ഞാൻ മൈൻഡ് ചെയ്യാനൊന്നും പോയില്ല. ഏകദേശം 1 വർഷത്തിനകത്ത് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ബിസിനസ്സിനകത്ത് വലിയൊരു ലോസ് എനിക്ക് വന്നു. നഷ്ടം വന്നു എന്നല്ല, എൻ്റെ കയ്യിലുണ്ടായിരുന്ന കോടികൾ പോയി എന്ന് പറയാൻ നല്ലത്. നഷ്ടം വന്നില്ല, ഞാൻ സമ്പാദിച്ച് വെച്ചിരുന്ന കോടികൾ പോയി. ഞാൻ ലക്ഷങ്ങൾ എന്ന് പറയുന്നത്, ഞാൻ കോടികൾ എന്ന് പറയുന്നതിൻ്റെ കാരണം കോടികളായതുകൊണ്ട് തന്നെ കേട്ടോ. ആ ഫിനാൻഷ്യലായ പ്രയാസം എന്നെ എന്ത് ചെയ്തു? വിഷമിച്ചിരിക്കുന്ന സമയത്ത് എനിക്ക് തോന്നി മമ്മിയുടെ കൂടെ ഇപ്രാവശ്യം ഒരു ധ്യാനത്തിന് പോയാലോ. ആ ധ്യാനത്തിന് പോയപ്പോൾ ആദ്യത്തെ ദിവസം വൈകുന്നേരത്തെ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു വെളിപ്പാട് കണ്ട വെളിപ്പാട് ഇങ്ങനെയാ: ആണിപ്പാടുള്ളൊരു കൈ എൻ്റെ തലയിൽ ആരോ വെച്ചിരിക്കുന്നു. ഇത് ഡിവൈൻ റിട്രീറ്റ് സെന്ററിൽ ധ്യാനം കൂടുമ്പോൾ കണ്ട കാര്യം കേട്ടോ. ആരൊരാൾ എൻ്റെ ചെവി വന്ന് എന്തോ പറഞ്ഞു, 5-6 കാര്യങ്ങൾ എൻ്റെ ചെവിയിൽ പറഞ്ഞു.
പെട്ടെന്ന് ഞാൻ കണ്ണു തുറന്ന് അപ്പുറത്തിരിക്കുന്ന ആളെ ഇപ്പുറത്തിരിക്കുന്ന ആളെ നോക്കി, ആരാ എൻ്റെ ചെവി പറയുന്നതെന്ന് സംശയം വരാൻ തുടങ്ങി. വീണ്ടും കണ്ണടച്ചപ്പോൾ വരുന്നത് ആ ആണിപ്പാടുള്ള കൈ തന്നെയാണ്. പക്ഷേ അടുത്തിരുന്ന് ആരാ പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അവരിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. എനിക്ക് മനസ്സിലായി, ഞാൻ കേൾക്കുന്നത് ദൈവത്തിന്റെ ശബ്ദമാണെന്നും ആ ശബ്ദം എന്നോട് സംസാരിക്കുന്നതാണെന്നും എനിക്ക് എൻ്റെ കുറവുകളെ കുറിച്ച് വ്യക്തമായി ബോധ്യമുണ്ടായി. ഞാൻ മുട്ടുമടക്കി അവിടെ നിന്ന് കരയാൻ തുടങ്ങി. അന്ന് വരെ കള്ളും സിഗരറ്റും പാൻപരാഗിനും അടിമയായിരുന്ന ഞാൻ അന്ന് ഈ 3 കാര്യങ്ങളും ഒറ്റ സെക്കൻഡിൽ നിന്നുപോയി. പിന്നെ എനിക്ക് കള്ളു കുടിക്കണമെന്ന് ഇതുവരെ തോന്നിയില്ല, പാൻപരാഗ് തിന്നണമെന്ന് ഇതുവരെ തോന്നിയില്ല, സിഗരറ്റ് വലിക്കണമെന്ന് തോന്നിയില്ല. ഞാൻ ഏതെങ്കിലുമൊക്കെ നിർത്തുമായിരുന്നു. പക്ഷേ ഒരാഴ്ച കഴിയുമ്പോൾ നിർത്തിയത് പൂർവാരിക ശക്തിയോടെ വീണ്ടും ആരംഭിക്കുമായിരുന്നു. ഞങ്ങളങ്ങനെ ഞാൻ പ്രാർത്ഥനയിൽ വന്നു. പ്രാർത്ഥനയിൽ വന്നിട്ട് ഏകദേശം ഒരു 6 മാസം കഴിഞ്ഞ് കാണും. ഒരു ദിവസം എൻ്റെ മമ്മിക്ക് അതിശക്തമായ വയറ്റുവേദന ഉണ്ടായി. ഞങ്ങൾ ആ വയറ്റുവേദനയുടെ നടുവിൽ ഞങ്ങൾ കുടുംബമായിരുന്നു പ്രാർത്ഥിക്കുക. ഞങ്ങൾ മമ്മിയുടെ വയറ്റിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. രാത്രി ആയതുകൊണ്ട് ഹോസ്പിറ്റലിൽ വരാൻ പറ്റത്തില്ല. മമ്മി കിടന്ന് കരയുക. 2 മിനിറ്റ് കഴിഞ്ഞ് മമ്മി ബാത്റൂമിൽ പോയി. ഞങ്ങൾക്കെല്ലാം പേടിയായിരുന്നു. മമ്മിക്ക് ശക്തമായ ബ്ലീഡിംഗ് ഉണ്ട്. മമ്മി വല്ലാതെ ക്ഷീണിച്ചിരിക്കുക. മമ്മിയുടെ AB പോസിറ്റീവ് ആണ് ബ്ലഡ് ഗ്രൂപ്പ്, സോറി AB നെഗറ്റീവ് ആണ്. അതുകൊണ്ട് ബ്ലഡ് കിട്ടാനും പാടാ. കുറച്ച് പേടിയുണ്ടായിരുന്നു മമ്മിയെ കുറിച്ച്. അന്ന് ബ്ലഡ് കൗണ്ട് ഭയങ്കര കുറവാണ്. അന്ന് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റത്തില്ല. രാത്രിയായി. മമ്മി ബാത്റൂമിൽ പോയി. ഞങ്ങൾ കാവൽ നിൽക്കുക. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിളിക്കുന്നുണ്ട് എന്താ മമ്മിയെന്ന്. പക്ഷെ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ മമ്മി പുറത്തു വന്നപ്പോൾ ഞങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റത്തില്ല. എനിക്കന്ന് മനസ്സിലാക്കാൻ കഴിയത്തില്ലായിരുന്നു. എന്നെ ആദ്യം മമ്മി കാണിച്ചില്ല, എൻ്റെ പപ്പയെ കാണിച്ചത്. മമ്മിയുടെ വയറ്റിൽ നിന്ന് ഒരു മാംസം പുറത്തു വന്നു. അത് ഏകദേശം 2.25 കിലോ വെയിറ്റ് ഉണ്ടായിരുന്നു. എനിക്ക് വയറ്റിൽ നിന്ന് നമ്മുടെ ഈ ആടിൻ്റെയൊക്കെ ഒരു കൈ ഇരിക്കുന്ന പോലെ അല്ലെങ്കിൽ തുടയിരിക്കുന്ന പോലത്തെ ഒരു വലിയ കഷ്ണം മാംസം. അതെങ്ങനെ പുറത്തു വരുമെന്നോ പുറത്തു വരത്തില്ലെന്നോ ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ അന്ന് എനിക്കത് ചിന്തിക്കാൻ പറ്റത്തില്ലായിരുന്നു. മമ്മി ഒരു ബക്കറ്റിലിട്ടു. ഞങ്ങളത് പ്ലാസ്റ്റിക് കവറിലാക്കി ഫ്രീസറിൽ വെച്ചു. പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടർ എൻ്റെ മുമ്പിൽ വന്നിട്ട് ചോദിച്ചു, ഇത് എങ്ങനെ വയറ്റിൽ നിന്ന് പുറത്തു വന്നു? ഡോക്ടറിന് ചിന്തിക്കാൻ വയ്യ. അത്ര വലിയ കഷ്ണമുണ്ട്. ഇത്രയുണ്ട്. ഒരു കൊച്ചിനേക്കാൾ വലിപ്പമുണ്ട്. ഒരു കൊച്ചിൻ്റെ അത്ര വലിപ്പമുണ്ട്. കുറെ നെയ്യ് പോലെ തൂങ്ങിയും കണ്ട നമുക്ക് അഴുക്കും പേടിയായി തോന്നും. ഡോക്ടർ അന്ന് വീണ്ടും സ്കാൻ ചെയ്തപ്പോഴാണ് മനസ്സിലായി എൻ്റെ മമ്മിയുടെ വയറ്റിൽ ഒരു മുഴയില്ല, കംപ്ലീറ്റ് ക്ലീൻ ആണ്. മൈക്കായിട്ടും വരാവോ? ആ മോളുടെ അടുക്കലോ ചെല്ലാവോ? മോളുടെ പേരെന്താ? പറഞ്ഞാ മതി. മോളുടെ പേരെന്താ? മെർലിൻജോയ്ക്ക് തോന്നാം ഇതൊക്കെ സത്യമായിരിക്കുമെന്ന്. പക്ഷേ എനിക്ക് എൻ്റെ അമ്മയുടെ യൂട്രസിലെ മുഴ സൗഖ്യമായ കാര്യം ഇവിടെ വന്ന് കള്ളം പറഞ്ഞിട്ട് എനിക്കെന്താ പറയുന്നത്? മെർലിൻജോ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോഴാ ഞാൻ ചോദിച്ചേ, ഇത് സത്യമായിരിക്കുമോ? മെർലിൻജോ ഇപ്പൊ അതാണ് ചിന്തിച്ചത്. ഇതൊക്കെ സത്യമായിരിക്കുമോ? ഇതൊക്കെ ശരിയായിരിക്കുമോ? ആണെന്നോ അല്ലെന്നോ? പറ മെർലിൻജോ അത് ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ പറഞ്ഞത്, മെർലിൻജോ അതാണ് ചിന്തിക്കുന്നത്. അത് സത്യമാണോ എന്ന് ചിന്തിച്ചത്. മെർലിൻജോ ദൈവത്തിനെ നമ്മളെ സഖ്യമാക്കാൻ. മെർലിൻജോന്റെ അമ്മയാണോ? അതാ തമിഴാണോ? തമിഴാ. ഓ, നിങ്ങൾ എവിടുന്ന വരുന്നേ? മാർത്താണ്ഡന്ന് വന്നിരിക്കുവോ? മാർത്താണ്ഡം ചർച്ചിൽ. ഓ, ഞായറാഴ്ച മാർത്താണ്ഡം ചർച്ചിൽ പോവും. ഇന്ന് നിന്റെ അമ്മയും നിന്നെയും യേശു സൗഖ്യമാക്കും. മെർലിനെ ഈ 2 ഷോൾഡറുകളിലും ഉള്ള ഒരു വേദനയുണ്ട്. ഈ ഷോൾഡറിന്റെ എല്ലുകളിൽ വേദന വരും. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ ഉള്ളിൽ വന്ന അടുത്ത പ്രശ്നം, നിന്റെ അമ്മയുടെ ഉദരത്തിൽ ചില പ്രശ്നങ്ങൾ വരും. അത് ഇന്ന് നിന്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് സൗഖ്യം ഉണ്ടാവും.
ഒന്ന് കൈയടിച്ചൊരു ആമേൻ പറഞ്ഞു. എന്റെ അമ്മയുടെ നടുവേദന മാറിയെന്ന് പറഞ്ഞപ്പോ നീ പറഞ്ഞു എനിക്കും ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് നടുവേദന, എന്റെ അമ്മയ്ക്കും ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് നടുവേദന. അപ്പടി തന്നെ ഇന്ന് രണ്ടുപേരുടെ നടുവേദന യേശു സൗഖ്യമാക്കും. നിന്റെ വീട്ടിനകത്ത് ഒരാൾക്ക് യൂട്രസിനോട് ബാധിക്കുന്ന ചില ഇഷ്യൂ ഉണ്ട്. നിന്റെ അമ്മയുടെ ഉദരത്തിൽ, അതാ ഞാൻ നിന്നോട് പറഞ്ഞേ, നിന്റെ അമ്മയുടെ ഉദരത്തിൽ 1, 2 തടിപ്പുകളുണ്ട്. ഇന്ന് 2 കട്ടിയെയും യേശു സൗഖ്യമാക്കും. കൈയടിച്ചൊരു ആമേൻ പറഞ്ഞു. നീ എന്റെ അമ്മയുടെ യൂട്രസിൽ നിന്ന് മുഴ മാറിപ്പോകുന്നു പറഞ്ഞപ്പോ ഇത് സത്യമാണോ എന്ന് ചിന്തിക്കുകയും എന്റെ അമ്മയുടെ ഉദരത്തിൽ അങ്ങനെ ഉണ്ടല്ലോ, എന്റെ അമ്മയെ അങ്ങനെ ദൈവത്തിന് സൗഖ്യമാക്കാൻ പറ്റുമോ എന്ന് ചിന്തിക്കുകയും ചെയ്തു. പറഞ്ഞുവിട് തമിഴ്. ഒന്ന് കൈയടിച്ചൊരു ആമേൻ പറഞ്ഞേ. ഞാൻ പ്രസംഗിക്കുന്ന യേശു എന്റെ അമ്മയെ സൗഖ്യമാക്കാൻ മാത്രമല്ല വന്നിട്ടുള്ളത്, ആ അമ്മയെയും സൗഖ്യമാക്കാൻ അവന് ശക്തനാണ്. നിങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നോ? ഈ പകൽ ചിലരെ ദൈവം വിടുവിക്കട്ടെ, ചിലരെ ദൈവം സൗഖ്യമാകട്ടെ. Come on, കൈകളടിച്ചൊരു ആമേൻ പറ. ഇന്ന് ചിലരുടെ മുഴകൾ മാറട്ടെ. ഞാൻ അവരോട് പറഞ്ഞു ശരിയാണോ ഞാൻ പറഞ്ഞേ? ആമാ. ഞാൻ എൻ്റെ അമ്മയെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നപ്പോ, ട്രാൻസ്ലേറ്റ് ചെയ്യേ, ഞാൻ എൻ്റെ അമ്മയെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നപ്പോ ആ സമയത്ത് നീ ചിന്തിച്ചു എൻ്റെ അമ്മയുടെ ഉദരത്തിലും പ്രശ്നമുണ്ട്. അതാ ഞാൻ നിന്നോട് പറഞ്ഞു നിന്നെ 2 പേരെ ഇന്ന് സൗഖ്യമാക്കും. അടുത്ത ആഴ്ച നിന്റെ അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, സ്കാൻ ചെയ്യണം, എന്നിട്ട് ആ റിസൾട്ടുമായി വരണം. ഒരു സീരിയസ് കാര്യം കൂടെ പറയാം. നിന്റെ അമ്മയുടെ വയറ്റിനകത്ത് മാത്രമല്ല മുഴയുള്ളത്, വയറ്റിന് പുറത്തും തൊട്ടാൽ അറിയാം. ഞാൻ എൻ്റെ അമ്മയുടെ വയറ്റിനകത്തേ ഉള്ളായിരുന്നു, പക്ഷെ അമ്മയുടെ വയറ്റിന്റെ 2 സൈഡിലും തൊട്ടാൽ അറിയാം. ഇപ്പോൾ അത് സൗഖ്യമാവും. ഒന്ന് കൈയടിച്ചൊരു ആമേൻ പറഞ്ഞേ. എന്റെ യേശു അത്ഭുതവാനാണ്. അവന്റെ പേര് അത്ഭുത മന്ത്രി എന്നാണ്. നിന്റെ അമ്മയുടെ ഈ 2 വശത്ത് വലിയിൽ മാത്രമല്ല, ഇവിടെ നിന്ന് നിന്റെ അമ്മയ്ക്ക് ഇടത്തെ കാല് ഉയർത്തിക്കൊണ്ടുവരാൻ പാടാണ്. മനസ്സിലായോ പറഞ്ഞേ? നിന്റെ കാലിപ്പിടി, അമ്മയുടെ കാലിപ്പിടി വരത്തില്ല. நல்ல வேலை உட்கார முடியாது, படுக்க முடியாது, முழங்கால் ஒண்ணும் மடக்க ஒண்ண முடியாது, கொண்டு வர முடியாது. ഇപ്പൊ അത് സൗഖ്യമാവും. അവർക്ക് എന്റെ ഭാഷ മനസ്സിലാവുന്നുണ്ട്, എന്തായാലും കുഴപ്പമില്ല. ഒന്ന് കൈയടിച്ചൊരു ആമേൻ പറഞ്ഞേ. എന്റെ അമ്മയുടെ സാക്ഷ്യം ഞാൻ പറഞ്ഞത്, എന്റെ അമ്മയെ സൗഖ്യമാക്കിയ യേശു ഈ ഹോളിൽ ഇപ്പൊ ഉണ്ട്. അവന് നിങ്ങളെയും സൗഖ്യമാക്കാം. എന്നെ അമ്മയെ വിടുവിച്ച അതേ കർത്താവിന് നിങ്ങളെയും സൗഖ്യമാക്കാം. ഈ പകൽ നിങ്ങൾ സൗഖ്യത്തോടെ മടക്കി കൊണ്ടുപോകാൻ യേശുവിന് കഴിയും. രണ്ടുപേരും പുറത്തിറങ്ങി നിൽക്കാൻ പറഞ്ഞേ. ജിജോ നേരെ അങ്ങ് പുറകെ പോകാം. അങ്ങ് നില്ലെങ്കിൽ കൊഞ്ചും കൂടെ പിന്നാടി നില്ലെങ്കിൽ അവിടെ നിർത്തി, സോളി അവിടെ നിർത്തിയായിട്ട് ആ കറുത്ത ഷോളിട്ട് മോളെ എന്ന് വിളിച്ച്. എവിടെ ഫ്രണ്ടിൽ ഇവിടെ കറുത്ത ഷോള്. നീലയാണോ കറുത്താണോ എനിക്ക് മനസ്സിലായില്ല. നീലയോ? സോറി. മോളെ എവിടുന്ന വരുന്നേ? തിരുപ്പുറം. ആദ്യമായിട്ട് വരുവാണോ? നെയ്യാറ്റിങ്കര ചർച്ച് വരെ. ഞാൻ ഈ ഫാമിലിയെ കുറിച്ച് പ്രാർത്ഥിക്കുമ്പോ യേശു നിന്റെ അടുക്കൽ നിൽക്കുന്നതും നിന്നെ സൗഖ്യമാക്കുന്ന എനിക്ക് കാണാം. ഒരു നല്ല ആമേൻ പറഞ്ഞാട്ട്. നിന്റെ വയറ്റിനകത്തും ചില കാര്യങ്ങളുണ്ട്, ഇന്ന് കർത്താവ് സൗഖ്യമാക്കും. ഇന്ന് എനിക്ക് നിങ്ങളോടൊരു ദൂത് പറയാനുണ്ട്. ആ ലൈനിൽ ഇരിക്കുന്ന സകല ആളുകളും വിടുവിക്കപ്പെടാൻ പോവാ. ആ ലൈനിൽ ഇരിക്കുന്ന സകല ആളുകളും വിടുവിക്കപ്പെടാൻ പോവാ. എനിക്ക് നിന്നോടൊരു ദൂത് പറയാനുള്ളൂ. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹത്തെ ദൈവം തരാൻ പോവാ. 3 കാര്യങ്ങൾ.
ഒന്ന്, നിനക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്ന വിമിഷ്ടമുണ്ട്, ബ്രീതിങ് ഡിഫിക്കൽറ്റി. 2, നിന്റെ ഹോർമോണുകൾക്കുള്ള പ്രശ്നം. 3, നിന്റെ ഒരു കാലിനുള്ള ബുദ്ധിമുട്ട്. ഈ 3 കാര്യം ഇപ്പോൾ സൗഖ്യമാകും. യേശു നിന്നെ സൗഖ്യപ്പെടുത്തും. ഒന്ന് കൈയടിച്ചൊരു ആമേൻ പറഞ്ഞാട്ടെ. ചിലര് ഇന്ന് യേശുവിനാൽ വിടുവിക്കപ്പെടട്ടെ. ചിലര് ഇന്ന് യേശുവിനാൽ വിടുവിക്കപ്പെടട്ടെ. ചിലര് ഇന്ന് യേശുവിനാൽ വിടുവിക്കപ്പെടട്ടെ. ചിലര് ഇന്ന് യേശുവിനാൽ വിടുവിക്കപ്പെടട്ടെ. മിനി ആന്റിയുടെ പറയാ, ആ കുഞ്ഞുമായിട്ടിരിക്കുന്ന മോളൊന്ന് എഴുന്നേറ്റ്, അതിന്റെ തൊട്ടപ്പുറത്തിരിക്കുന്ന മോളൊന്ന് എഴുന്നേറ്റ്. അത് തന്നെ പ്ലീസ്. മോളിപ്പോൾ പ്രാർത്ഥിച്ചത്, യേശുവേ ഇത് സത്യമാണെങ്കിൽ എനിക്കും ഒരു അനുഭവം തരണേ എന്നാണ്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നോ? തമിഴാണോ മലയാളമാണോ? മലയാളം. അല്ല, ഇവിടെ തമിഴ് ഇരിക്കുന്നോണ്ട് ചോദിച്ചാ കേട്ടോ. നിന്റെ അടുക്കല് യേശുവിന്റെ സാന്നിധ്യം നിൽക്കുന്ന എനിക്ക് കാണാം. ഞാൻ ചിന്തിച്ച അങ്ങനെയല്ല, അവർക്കൊക്കെ അഭിഷേകമില്ലല്ലോ, എന്റെ അമ്മയ്ക്ക് അഭിഷേകമുണ്ട്. അപ്പം കർത്താവ് അമ്മയെ തൊടും നമുക്കറിയാം. അപ്പൊ അമ്മയെ തൊടുമായിരിക്കുമോ എന്ന് ചിന്തിച്ചത്. ഇനി നീ ചിന്തിച്ച് എന്നോട് പറയല്ലേ, ഞാൻ അങ്ങോട്ട് പറയാം. ഒരു നല്ല ആമേൻ പറഞ്ഞേ. എന്ന് പറഞ്ഞാൽ നീ ചിന്തിച്ചത് എനിക്ക് മനസ്സിലായത്, ഇത് സത്യമാണെങ്കിൽ എൻ്റെ ഫാമിലിയെ കൂടെ തൊടണം, എനിക്കൊരു അനുഭവം ഉണ്ടാകണം എന്ന് പറഞ്ഞ ഇത് സത്യം. നിന്റെ അമ്മയ്ക്ക് അഭിഷേകമുണ്ട്. നീ ചിന്തിച്ച ഇങ്ങനെ, നിന്റെ അമ്മയ്ക്ക് അഭിഷേകമുണ്ട്, എൻ്റെ അമ്മയ്ക്ക് ഒരു അനുഭവം ഉണ്ടാകണം. ഇന്ന് പകൽ നിന്റെ അമ്മയ്ക്ക് ആ അനുഭവം ഉണ്ടാകും. യേശു നിന്റെ അമ്മയെ സൗഖ്യമാക്കും. ഒന്ന് കൈയടിച്ചൊരു ആമേൻ പറഞ്ഞേ. നിന്റെ അടുക്കൽ നിൽക്കുന്ന, വീട്ടിൽ നിൽക്കുന്ന ദൈവസാന്നിധ്യം എനിക്ക് കാണാം. മോളെ, മരണത്തിൽ നിന്ന് ജീവനിലേക്ക് ചിലരെ കൊണ്ടുവരുന്ന ഒരു കാഴ്ച എനിക്ക് കാണാം. മരണം നീങ്ങി ജീവൻ ഉണ്ടാകട്ടെ. മരണം നീങ്ങി ജീവൻ ഉണ്ടാകട്ടെ. മരണം നീങ്ങി ജീവൻ ഉണ്ടാകട്ടെ. എന്റെ ഉള്ളിൽ വന്നൊരു കാര്യം ഞാൻ പറയട്ടെ. ഇന്ന് ഞാൻ എൻ്റെ അമ്മയുടെ സാക്ഷ്യം പറഞ്ഞു തുടങ്ങുമ്പോൾ എനിക്ക് തോന്നുമായിരുന്നു, അതേ രോഗത്തിലിരിക്കുന്ന ഒരു കൂട്ടം ആളുകള് ഇന്ന് യേശുവിനാൽ സൗഖ്യമാകും. ചിലരുടെ ഉദരങ്ങളിൽ സൗഖ്യമുണ്ടാകും. ചിലരുടെ യൂട്രസുകളിൽ സൗഖ്യമുണ്ടാകും. യേശുവിന്റെ അത്ഭുതകരം അവരെ വിടുവിക്കും. ഇത് നിങ്ങളുടെ ദിവസമാണ്. ഇത് നിങ്ങളുടെ അനുഗ്രഹത്തിന്റെ ദിവസമാണ്. ഈ മോളൊന്ന് എഴുന്നേക്കാവോ? നിനക്ക് കുഞ്ഞുങ്ങളുണ്ടോ? എത്ര പേരുണ്ട്? ഈ പ്രസവത്തിന് ശേഷം നിനക്കുണ്ടായ ചില ഇഷ്യൂസ് ഉണ്ട്. നിന്റെ കാലിലും നടുവിലും ചില പ്രശ്നങ്ങൾ വന്നു. യേശു ഇന്ന് നിനക്കൊരു സൗഖ്യം തരും. എന്നാൽ ഈ തൊട്ടപ്പുറത്തിരിക്കുന്ന ആൾക്ക് യൂട്രസിനോട് ബാധിക്കുന്ന ചില ഇഷ്യൂസ് ഉണ്ട്. അത് ഇന്ന് സൗഖ്യമാകും. നിന്റെ ഓവുലേഷന് ഡിസോർഡർ ഉണ്ട്. നിന്റെ പീരീഡ്സ് ഡിസോർഡർ ആകും. നിന്നോട് വാദിക്കുന്ന ആ പ്രയാസത്തെ ഇന്ന് എന്റെ യേശു സൗഖ്യമാക്കും. ഒരു നല്ല ആമേൻ പറയാവോ? നിന്റെ ഒരു കാല് തളർന്നു പോകുന്ന പോലെ തോന്നും. ഈ തൊടയുടെ മേൽ ബലമില്ല. അങ്ങനെയാണോ? ശരിയാണോ? ആണ്. ഇന്ന് നീ സൗഖ്യമാവും. നിന്റെ ഡിസ്കിന്റെ, നിന്റെ ആരാ ഇത്? നിങ്ങൾ തമ്മില നിങ്ങൾക്ക് അറിയാവോ പരസ്പരം? നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടോ? ഇദ്ദേഹത്തിന്റെ ഡിസ്കിന്റെ പൊസിഷൻ മാറി. ഒരു വശത്തെ ഡിസ്ക് ചെരിഞ്ഞുപോയി. അത് നിമിത്തം രക്തോട്ടമില്ലാതെയായി. ശരിയാ. എന്നാൽ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ നിന്റെ ഹിപ്പ് സൗഖ്യമാകും. നിന്റെ കാലുകൾ സൗഖ്യമാകും. യേശു നിന്നെ വിടുവിക്കാൻ പോകുകയാ. ഒന്ന് കൈയടിച്ചൊരു ആമേൻ പറ. ഒരാള് മൈക്കും കൊടുത്ത് ഒരാളുടെ കയ്യില്, സൗരന്മാരുടെ കയ്യിലുള്ള മൈക്ക് കൊടുത്ത് ആ റോസ് സാരി എടുത്ത് ചേച്ചി ഒന്ന് എഴുന്നേക്കോ.
ആ തലയിലിട്ട കണ്ണാടി വെച്ചയാള്, നിങ്ങളുടെ മുട്ടുകളെ ദൈവം സൗഖ്യമാക്കും. ഭയങ്കര പാട് തന്നെ, എങ്ങനെ? മുട്ടുവേദന തന്നെ. നിങ്ങൾ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. ഇന്ന് നിങ്ങളുടെ ദിവസമാണെന്ന് വിശ്വസിക്കണം. യേശുവിന്റെ അത്ഭുതകാരം നിങ്ങൾ ഇന്ന് തൊടുമെന്ന് വിശ്വസിക്കണം. അമ്മേ, അമ്മയുടെ മുട്ട് മാത്രമല്ല, അമ്മയുടെ ഒരു തോളിനും പ്രശ്നമുണ്ട്. അമ്മയുടെ ഒരു തോളിന് മാത്രമല്ല, അമ്മയുടെ ഒരു ചെവിക്ക് പ്രശ്നമുണ്ട്. എന്ന് പറഞ്ഞ ചെവിക്കകത്തൊരു റിങ്ങിങ് ശബ്ദം കേൾക്കും. ആ ചെവിക്ക് കേൾവിക്ക് കുറവുണ്ട്. ഇന്ന് പകൽ ഈ മുട്ടും ആ കൈയും ആ ചെവിയും യേശുവിന്റെ കരത്താൽ സ്പർശിക്കപ്പെടും. ഒന്ന് കൈ അടിച്ചൊരു ആമേൻ പറ. ഒന്ന് ചേർന്ന് ആമേൻ പറ. അമ്മയും വിളിക്ക്. ഈ ഇടത്തെ കാല് പ്രസ് ചെയ്ത് സ്റ്റെപ്പിൽ കയറാൻ പറ്റുമോ? പറ്റത്തില്ല. എന്താ ചേച്ചിയുടെ പേര്? ആന്റണി മേരി. സോളിങ് വന്നിട്ട് ഇവിടെ കൈ വെക്കണം. അവിടെയല്ലേ പ്രയാസം? ഞാൻ ഈ വെച്ചിരിക്കുന്ന സ്ഥലം കണ്ടോ? ഇവിടെ ഇവിടെ ഇവിടുന്ന് ഒരു കഴപ്പ് വന്നിട്ട് ഇവിടെ ഒന്ന് സ്ട്രക്ക് ആവും. എന്നെ ഡോക്ടറെ എന്നാ വിളിച്ചത് കേട്ടോ. ഓക്കെ, എന്നെ ഡോക്ടർ എന്ന് വിളിച്ചാലും കുഴപ്പമില്ല. യേശു കർത്താവ് ഇന്ന് അതിനെ സഖ്യമാക്കുക. ഈ ചേച്ചിക്ക് ആന്റണി, എന്തോ ആന്റണി മേരി, ആന്റണിക്ക് ഇങ്ങനെ പൊക്കാൻ പറ്റുമോ? പറ്റത്തില്ല. വേദനയുണ്ടെന്നില്ല, വേദനയല്ലേ പറഞ്ഞേ, പൊക്കാനൊക്കത്തില്ല. ഞാനിതേത് ഒന്നും ചെയ്തില്ലല്ലോ, തൊട്ടില്ല, പ്രാർത്ഥിച്ചില്ല. പക്ഷെ ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഇയാളെ കർത്താവ് സൗഖ്യമാക്കുന്നത് ഞാൻ കണ്ടു. ഒന്ന് ചേർന്ന് കൈയടിച്ചൊരു ആമേൻ പറ. സിസ്റ്റർ എന്നെ കണ്ടിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ എത്ര രൂപ തന്നായിരുന്നു ഇങ്ങനെ നമ്മൾ അഭിനയിക്കാൻ വേണ്ടിയിട്ട്? നമ്മൾ ഇങ്ങനെ അഭിനയിക്കാൻ വേണ്ടി ചേച്ചിക്ക് വല്ല പൈസയും ഞാൻ തന്നോ? ആന്റണി മേരിയെ ഈ പൂവാറിലുള്ള ആളുകൾക്ക് ആർക്കെങ്കിലും ഒക്കെ അറിയോ? ആന്റണി മേരിയെ പൊഴിയൂരുള്ളതാണ്, നിങ്ങൾക്കെല്ലാം അറിയാം. ഇവര് കാശ് മേടിച്ച് കളിപ്പിക്കാൻ നിൽക്കുവാണ് കേട്ടോ, അല്ലേ? ആദ്യമായിട്ട് വന്നതാ. ചിലരെങ്കിലും അങ്ങനെ ചിന്തിച്ചെന്ന് വരാം. പക്ഷേ അവരുടെ ചിന്തയ്ക്ക് അങ്ങനെ ചിന്തിക്കുന്നതിൽ ആരും തെറ്റുമില്ല. ഞാൻ യേശുവിനെ അറിയണൊക്കെ മുമ്പ് ഞാനും അങ്ങനെയൊക്കെ ചിന്തിച്ചത്. ഇതൊരു അഡ്ജസ്റ്റ്മെന്റ് ആണെന്നേ ചിന്തിക്കാൻ വെക്കൂ. പക്ഷേ എത്ര മീറ്റിങ്ങിൽ എത്ര ആളുകളെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും? എല്ലാ മീറ്റിങ്ങിലും ഒരു 10 പേരെ കൊണ്ടുവന്ന് ഒരാളെങ്കിലും ഇത് പുറത്ത് പറയത്തില്ലേ? അത് വേണ്ടതായിരിക്കുമോ? ഒരു 150 പേര്, 200 പേര്, 500 പേര്, നിങ്ങൾ എല്ലാ മീറ്റിങ്ങിലും ഒരു 25 പേര് സാക്ഷ്യം പറയാനുണ്ട്. ഈ 25 പേർക്ക് വീതം കൊടുത്തു 1500 വീതം കൊടുത്തു എന്ന് വിചാരിക്കും. ഇവരെല്ലാം ഇഷ്ടിക തൊഴിലാളികളാണ്. ഒരു ഊണിനും 1500 രൂപയ്ക്ക് വേണ്ടി എന്തും പറയാൻ തയ്യാറവര്. നിങ്ങളൊക്കെ അങ്ങനെ ചെയ്യുമോ? നിങ്ങളെന്തും പറയാം. 1500 രൂപ നിങ്ങൾ എന്തും പറയുമോ? എവിടെയും ചെന്ന് എന്തും പറയുമോ? ഈ സാക്ഷ്യം പറയുന്ന ആളുകളെ ഇത്രയും കേവലമാക്കുന്നത് നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നല്ലോ. ഒരു നല്ല ആമേൻ പറഞ്ഞാട്ട്. ഇനി അതിൽ ആരെങ്കിലും ഒരാള് എനിക്ക് കാശ് തന്നിട്ടാ പറഞ്ഞെന്ന് പറയാതിരിക്കുമോ? എത്ര നാളെങ്ങനെ മറച്ചു വെക്കും? എനിക്ക് തോന്നുന്നു അഞ്ചലിലും കൊല്ലത്തും തിരുവനന്തപുരത്തും പാറശാലി 4 ചർച്ചിൽ ഞാൻ പോകുന്നുണ്ട്. ആ 4 ചർച്ചിൽ ഒരു ഞായറാഴ്ച ദിവസം ഏറ്റവും കുറഞ്ഞ ഒരു 50 പേര് സാക്ഷ്യം പറയും, അല്ലെങ്കിൽ 25 പേരെങ്കിലും സാക്ഷ്യം പറയും. അപ്പോൾ ഒരു മാസത്തെ നമ്മുടെ സാക്ഷ്യം പറയാനുള്ള തൊഴിലാളികൾ 100 പേരാണ്. അപ്പോൾ ഒരു വർഷത്തെ ഏകദേശം 1200 പേരാണ്. ഈ 1200 പേരെ ഞങ്ങൾ എവിടെ നിന്ന് ഒപ്പിക്കും? ഇച്ചിരി കൂടുതലുണ്ടത്. 1200 വില ഒരാൾ പോലും ഞാൻ കാശ് തന്നിട്ടാ പറയുന്നത് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഞാൻ സിസ്റ്ററെ വിളിച്ചപ്പോൾ ചേച്ചിക്ക് ഒരു അനുഭവം ഉണ്ടായ അനുഭവം ദേഹത്തോടെ ഒരു തീ പായുന്നത് പോലെ തോന്നി. ഇനി ചേച്ചി ആ സ്റ്റെപ്പ് ഒന്ന് കയറിക്ക്. ഒന്ന് കൈകളടിച്ച് കർത്താവിനെ സ്തുതിച്ച് ഓടി കയറണേ. തിരിച്ചു പോവാ, ഒന്നും കൂടെ വാ, തിരിച്ചു പോവാ. ആ സ്റ്റെപ്പ് ഒന്ന് ഓടിക്കയറാവോ? ഓടിക്കയറണം. വേദനയില്ല.
വേദനയില്ല. Thank you, ഇന്ന് Jesus. കൈയടിച്ചൊരു ആമേൻ പറഞ്ഞേ.